കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാത്ത അവസ്ഥ. എന്തായാലേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് അയർലൻഡിലും ഇംഗ്ലണ്ടിലും പോയി തോറ്റു തുന്നം പാടിയിട്ട് വരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചാണ് പറയുന്നത്. ലോക ചാമ്പ്യൻ കിരീടം ചൂടിയതിനു ശേഷം 2020 വന്ന മത്സരങ്ങളിൽ ഇന്ത്യക്ക് വന്ന കാലിടർച്ചയാണ്. ആരാണ് ഇതിന് കാരണം? കോച്ചാണോ സെലക്ടറാണോ? അതായത് BCCIയുടെ അണ്ടറിൽ ഇന്ത്യ കളിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു സെറ്റായിട്ടുള്ള ഒരു ടീമിനെയാണ് നശിപ്പിച്ച് നാരണക്കൽ എടുത്തു പിടിപ്പിച്ചത്. ഇതിൻ്റെ അകത്ത് കോച്ചിനും ഒരു ഇതുണ്ടല്ലോ, കോച്ചും ഇതിനൊരു കാരണക്കാരനാണല്ലോ. കാരണം സെറ്റായിട്ട് തൻ്റെ ടീം സെറ്റായിട്ട് നിൽക്കുന്ന ആ ടീമിനെ കളിപ്പിക്കാനുള്ളതിന് പകരം മൊത്തം അഴിച്ചു പണിത് കുറേ പുതുമുഖങ്ങൾ. മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് സീനിയർ താരങ്ങളായ കുറച്ച് പേർക്ക് റെസ്റ്റ് വേണം. കാശ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ കളിച്ചാൽ മതി എന്ന് പറയുന്നൊരു അവസ്ഥ. ഇതൊക്കെയാണ് കാണുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ. ഇന്ന് നടന്ന 5ാം 2020 മത്സരം ബാറ്റിംഗ് കിട്ടിയ, അതായത് ടോസ് കിട്ടിയ ഇന്ത്യ ബോളിംഗ് തിരഞ്ഞെടുത്തു. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി ഏറ്റവും വലിയ ശോകമായിപ്പോയി. അതായത് അയർലൻഡിലും ഇംഗ്ലണ്ടിലും 2 സീരീസാണ് ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് ശേഷം തകർന്ന് തരിപ്പണമായി പോയത്. ശ്രേയസ് അയ്യർ എങ്ങനെയാ വന്നതെന്നൊക്കെ അറിയാലോ. ടീമിലെ ക്യാപ്റ്റൻ ആരാകും എന്നുള്ള ചർച്ച വന്നപ്പോൾ സഞ്ജുവിന്റെ പേര് മുന്നിൽ നിന്ന സമയത്താണ് ഈ സീനിൽ പോലും ഇല്ലാതിരുന്ന ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായിട്ട് കയറി വരുന്നത്. സഞ്ജുവിനെ വേറൊരു സ്ഥാനം കൊടുക്കാതിരിക്കാൻ തിലക് വർമ്മ എന്ന് പറയുന്ന പ്ലെയറിനെ പിടിച്ച് വൈസ് ക്യാപ്റ്റനുമാക്കി. എന്തായാലും ഒഴിവാക്കാൻ പറ്റത്തില്ല സഞ്ജു സാംസനെ. കാരണം വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആണല്ലോ ജയിപ്പിച്ചത്. ഇന്ത്യയെ ലോകകപ്പ് നേടിക്കൊടുത്തതിൽ പ്രധാന പങ്കുവഹിച്ച താരം സഞ്ജു സാംസണാണ്. പക്ഷേ അയർലൻഡിൽ വന്ന് കളിക്കാൻ വന്നപ്പം രണ്ട് കളികളിലും വലിയ റൺസ് കാര്യമായിട്ട് എടുത്തില്ല. ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരം ആദ്യത്തെ 2020 വെള്ളത്തിലായി, മഴ പെയ്തു. രണ്ടാമത്തെ 2020 ഓപ്പണിംഗ് ഇറങ്ങി, പക്ഷേ അവിടെയും പരാജയം. അങ്ങനെ വന്ന സമയത്താണ് ടീമിലെ വണ്ടർ കിഡ്, ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി അണിഞ്ഞ് ഇന്ത്യൻ ക്യാപ്പ് അണിഞ്ഞ്, അതായത് വൈഭവ് സൂര്യവംശിയുടെ എൻട്രി. സൂര്യവംശി എന്തൊക്കെ മേളമായിരുന്നു. IPL വണ്ടർ കിഡ്, അതായത് IPL മാത്രമല്ല അണ്ടർ 19 കളിച്ച് പുള്ളി തകർപ്പൻ കളികളൊക്കെ കളിച്ചാണ്. സീനിയർ മാച്ചിലേക്ക് വന്ന സമയത്ത് ജോഫ്ര ആർച്ചർ, അതായത് ഇംഗ്ലണ്ടിന്റെ പേസ് ബോളർ ജോഫ്ര ആർച്ചർ പറഞ്ഞ ഒരു കാര്യമുണ്ട്: IPL കളിക്കുന്ന ഫ്ലാറ്റ് പിച്ചുകളല്ല, കളിക്കണമെങ്കിൽ അങ്ങ് ഇംഗ്ലണ്ടിലേക്ക് വാ, കാണിച്ചു തരാമെന്ന്. കളി കാണിച്ചു കൊടുത്തു. വൈഭവ് സൂര്യവംശിയും പരാജിതനായി. അവർക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല, കാരണം ഒരു ചെറിയ പയ്യനാണ്, അവൻ കയറി വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും സൂര്യവംശീനെ അവിടെ ആരാധകരെ ശാന്തരാകുവാൻ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സൂര്യവംശീനെ കയറ്റുന്നു. ഇതൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ കൈ നേടുന്നതാണ്. എന്നാലും സൂര്യവംശി നമ്മൾ പ്രതീക്ഷിച്ചു നല്ലൊരു പ്ലേ കാണാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. എന്തായാലും 5ാമത്തെ ഈ 2020 മത്സരത്തിൽ സഞ്ജു സാംസൺ തിരികെ എത്തി, സൂര്യവംശി പുറത്തേക്കും പോയി. അതായത് അഭിഷേക് ശർമ്മയുടെ കൂടെ ഓപ്പണിംഗ് കയറി. പതിവ് പോലെ സഞ്ജു 0 പോയില്ല, 5 പോയില്ല. ഓരോരുത്തർ പറഞ്ഞു ഇപ്പൊ പോകും പോയില്ല. 2 കിടിലൻ 6, 3 4. കൊള്ളാം, നല്ല കളി. ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ചെയ്യേണ്ട കടമ അദ്ദേഹം നിർവഹിച്ചു. എന്നാലും അതുകൊണ്ടായോ? ഇല്ല. കാരണം സഞ്ജു സാംസൺ എന്ന് പറയുന്ന പ്ലെയർ ഇറങ്ങി അടിച്ചില്ലെങ്കിൽ നീ ടീമിനെ വെളിയിലാടാ മോനെ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് പുള്ളി അടിക്കാൻ ശ്രമിച്ചു, വലിച്ചടിക്കാൻ ശ്രമിച്ചു. കാരണം ഇംഗ്ലണ്ട് ഉയർത്തിയ റൺമല 258 റൺസ് ആയിരുന്നു. ജോസ് ബട്ട്ലറുടെ സെഞ്ചുറി, ഹാരി ബ്രൂക്കിന്റെ വക വണ്ടർഫുൾ ഇന്നിങ്സ്, സെഞ്ചുറി അടിച്ചില്ലെന്നേ ഉള്ളൂ. പിന്നെ വരുന്നവരും പോകുന്നവരും എല്ലാം അടിയോടടി, അതായത് പട്ടിയെ തല്ലുന്ന പോലെ ഇന്ത്യൻ ബോളർമാരെ തല്ലിക്കൊന്നു. അതായിരുന്നു പറയാനുള്ള അവസ്ഥ. അക്ഷർ പട്ടേൽ എന്ന് പറയുന്ന ഓൾറൗണ്ടർ വമ്പം പരാജയം. IPL തൊട്ട് ഇങ്ങ് പോരുമ്പോഴത്തേക്കും പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ പരാജിതനായിട്ട് തന്നെയാണ് വന്നത്. കാരണം ഈ വരുന്ന കളികളിലെല്ലാം ഒരു സ്പിന്നർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിക്കാൻ പറ്റിയില്ല. അടിച്ച കൂട്ടത്തിൽ ഏറ്റവും നല്ല അടി കിട്ടിയത് ഒന്ന് അക്ഷർ പട്ടേലിന്, പിന്നീട് പ്രിൻസ് യാദവ്. ഇന്ത്യയുടെ തന്നെ പേസ് ബോളിങ്ങിന് ഭാവി വാഗ്ദാനമായിട്ട് കൊണ്ടുവന്ന, നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ഒരു കളിയിൽ കുറച്ച് റൺസ് അടിച്ചെന്ന് പറഞ്ഞ് നമുക്കത് എല്ലാ കളികളും ഒരുപോലെ പോകുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. പക്ഷെ അക്ഷർ പട്ടേലിന്റെ അവിടെ ഒരു ചോദ്യചിഹ്നം കിടപ്പുണ്ട്. പരാജിതനായിരുന്നു, അവിടെ പ്ലേയേഴ്സ് പുറത്തിരിപ്പുണ്ടായിരുന്നു അക്ഷർ പട്ടേലിന് വരും. എന്തായാലും പോട്ടെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ രവി ബിഷ്ണോയുടെ കാര്യം പറയുന്നത്, പക്ഷെ അദ്ദേഹം അത്ര വലിയ ബാറ്റ്സ്മാൻ അല്ലാത്തതാണ് അക്ഷർ പട്ടേലിന് അഡ്വാൻറ്റേജ് ആയി പോയത്. രവി ബിഷ്ണോയ് എന്ന് പറയുന്ന ബോളറെ നമുക്കൊന്ന് പരീക്ഷിക്കാമായിരുന്നു, സമ്മതിച്ചില്ല. എന്തായാലും പിന്നെയും വന്നു എന്താ പറയുന്നത്, പുതിയ പ്ലേയേഴ്സ്, ഷെഡ്ജെ, അങ്ങനെ കുറേ ആൾക്കാരെല്ലാം കയറി വന്ന്. പക്ഷേ എന്തുകൊണ്ട് ക്ലച്ച് പിടിച്ചില്ല? കാരണം സഞ്ജു പരാജയനായെന്ന് പറഞ്ഞ് സഞ്ജുവിനെ മാറ്റിയപ്പോൾ ടീമിൽ പഴയ പോലെ തന്നെ, അതായത് ലോകകപ്പിന് മുന്നേ ഒരു കളി കളിച്ചപ്പം ഫുള്ള് ഇടം കയ്യന്മാരെ വെച്ചിട്ട് കളിച്ചായിരുന്നു. ഇന്ത്യ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷന്റെ ഒരു
വിലയറിഞ്ഞതും സഞ്ജു ടീമിൽ വന്നതും പിന്നീട് അടിച്ച് കളി ജയിപ്പിച്ചതും. ഇവിടെ തുടക്കത്തിൽ സഞ്ജു പരാജിതനായി എന്നും പറഞ്ഞ് സഞ്ജുവിനെ എടുത്ത് പുറത്തേക്ക് ഇട്ടപ്പോൾ വീണ്ടും ഇടങ്കയ്യന്മാരുടെ എണ്ണം കൂടി. ശ്രേയസയുടെ മിഡിലിൽ ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രേയസിനെ കൊണ്ട് മാത്രം തുഴഞ്ഞാൽ എത്തുന്ന തോണി അല്ലായിരുന്നു, അല്ലെങ്കിൽ ആ തോണി തുഴഞ്ഞെത്തുന്ന ഒരു ദൂരമല്ലായിരുന്നു. എല്ലാ കളികളിലും തോറ്റുപോയി കേട്ടോ. അവസ്ഥയെന്ന് പറയാൻ എന്തായാലും ഇന്നത്തെ കളിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ബാറ്റിംഗ് സൈഡിൽ സഞ്ജുവിന്റെ വക ആദ്യത്തെ ഓപ്പണിങ് വെടിക്കെട്ട് കളിയായിരുന്നു. സ്കോർ ഉയർത്താനുള്ള ഒരു ശ്രമത്തിൽ 27 റൺസിൽ പുറത്തായി. പക്ഷെ എന്നിരുന്നാലും അധികം പന്ത് കളഞ്ഞില്ല. 2 എണ്ണം പറഞ്ഞ 6, 3 4 അദ്ദേഹം അടിച്ചിരുന്നു. പക്ഷേ ഓപ്പണിംഗിൽ ഇറങ്ങിയ അദ്ദേഹത്തിന് ഒപ്പം ഇറങ്ങിയ അഭിഷേക് ശർമ്മയ്ക്ക് തിളങ്ങാനായില്ല. ആദ്യ പന്ത് തൊട്ട് അടിച്ചു കളിക്കുന്ന അഭിഷേക് ശർമ്മ ഇന്ന് പതിഞ്ഞ താളത്തിൽ തുടങ്ങി. പക്ഷേ പതിഞ്ഞ താളത്തിൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ പതിഞ്ഞ താളത്തിൽ തുടങ്ങി അന്നേരം തന്നെ പോയി 3 റൺസിന് ഔട്ട്. പിന്നെ വന്നത് ഇഷാൻ കിഷൻ ആയിരുന്നു. സഞ്ജുവിന് കൂട്ടായിട്ട് ഇഷാൻ കിഷൻ വന്നതോടെ സ്കോർ കയറാൻ തുടങ്ങി. നല്ല ബാറ്റിംഗ് ആയിരുന്നു കേട്ടോ ഇഷാൻ കിഷൻ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ നന്നായിട്ട് കളിച്ചെങ്കിൽ നല്ല കളിയാന്ന് പറയണം. അദ്ദേഹം നന്നായിട്ട് കളിച്ചു, നല്ല ഷോട്ടുകളൊക്കെ ആയിരുന്നു. പക്ഷേ സ്കോർ ഉയർത്തേണ്ട ഒരു സാഹചര്യം വന്ന സമയത്ത് വിക്കറ്റ് പോയി, സഞ്ജുവിന്റെ വിക്കറ്റ് പോയി. അതിനുശേഷം ഇഷാൻ കിഷൻ വിക്കറ്റ് പോയി. ഇഷാൻ കിഷൻ ഈ പറയുന്ന പോലെ നമ്മുടെ തിലക് വർമ്മയൊക്കെ ആയിട്ട് ചേർന്ന് എത്തിയില്ല. അതാണ് സംഭവിച്ചത്. തിലക് വർമ്മയല്ല, അതിന് മുന്നേ വന്നത് ശ്രേയസ് അയ്യരായിരുന്നു. അയ്യറിന്റെ കൂടെ അടിക്കാൻ നോക്കി, അയ്യർ കുറച്ചു നേരം കളിച്ചിട്ട് വിക്കറ്റ് പോയി. ഇതെല്ലാം ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങ് വലിയ ഹിമാലയൻ റൺസ് ഇംഗ്ലണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, 258 റൺസ് എന്ന് പറയുന്ന. അങ്ങോട്ടേക്കുള്ള ദൂരം കൂടുതലായതുകൊണ്ട് നമുക്ക് വലിച്ചടിക്കേണ്ട സാഹചര്യം വന്നു. അങ്ങനെ വിക്കറ്റുകൾ പോയി. ശിവം ഡൂബെ എന്ന് പറയുന്ന പ്ലെയറുടെ കാര്യം പറയാനുണ്ട്. ശിവൻ ഡൂബെ അടിച്ചാൽ അടിച്ചു, ഇല്ലേ ഇല്ല എന്ന് പറയുന്നൊരവസ്ഥയാണ്. ശിവൻ ഡൂബെയെ എപ്പോൾ ടീമിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള കാര്യം ടീം മാനേജ്മെന്റ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഞ്ജുവിന്റെ നേർക്ക് എല്ലാവരും വിരൽ ചൂണ്ടുന്ന സമയത്ത് മറ്റ് പ്ലേയേഴ്സിന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കേണ്ട കാര്യമാണ്. പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കളി നിലവാരം കൂടെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അത്രയ്ക്ക് മോശമായിട്ട് കളിക്കുന്ന ആൾക്കാർ പോലും അവിടെ നിൽക്കുന്നു. എല്ലാം മറ്റേ ഒരു മലയെടുത്ത് സഞ്ജുവിന്റെ തലയിൽ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ബോളർമാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലപോലെ വാരിക്കോരി ഇംഗ്ലണ്ടുകാർ അടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടീം ഇങ്ങനെ തോൽവിയിലേക്ക് പോകാനുള്ള ഒരു കാരണം ടീം മാനേജ്മെന്റ് തന്നെയാണ്. പൊളിച്ചടുക്കി കളയുകയാണ്. അതായത് നല്ല സ്റ്റേബിളായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ടീമിനെ, കളികൾ ജയിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു ടീമിനെ ഗൗതം ഗംഭീറിനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അണ്ടറിൽ തന്നെ നമ്മൾ കളികൾ ജയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം കളികളൊക്കെ ജയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്ന അവസ്ഥ വേൾഡ് ലോകകപ്പാണിൽ നമുക്ക് കിട്ടി. ഈ ചില തീരുമാനങ്ങൾ വരുമ്പോൾ അതിൽ നമുക്ക് അജിത് അഗാക്കർ എന്ന് പറയുന്ന സെലക്ടറിനെ നമ്മളൊരു സല്യൂട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു ടീമിനെ നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു സെലക്ടറിനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആയിരുന്നു. ഇവിടെ സഞ്ജു എന്ന പ്ലെയറിനെ മാറ്റി നിർത്താൻ അദ്ദേഹം പറയുന്ന ഒരു കാരണം സഞ്ജുവിന്റെ സ്ഥിരതയില്ലായ്മയും പ്രായവുമാണെന്ന്. 31 വയസ്സേ ആയിട്ടുള്ളൂ. സ്ഥിരതയില്ലായ്മ ശരിയാണ്, പക്ഷേ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ അടിക്കുമ്പോൾ ഒരു നല്ല ഒന്നാം തന്നെ അടിയും അടിക്കും. ഈ പറയുന്ന അജിത് അഗാക്കർ 5-6 മുട്ട ഒന്നിച്ചിട്ടിട്ടും ടീമിൽ കടിച്ചു തൂങ്ങി നിന്നിരുന്ന ഒരു മനുഷ്യനാണെന്നുള്ള കാര്യം ഓർക്കണം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇന്ത്യ, അതായത് പ്രതാപികളായിട്ട് നടന്നിരുന്ന ഇന്ത്യ മൂക്കും കുത്തി താഴെ പോകുന്ന ഒരു അവസ്ഥയാണ്. ഇതിലും എത്രയോ നന്നായിട്ട് ബംഗ്ലാദേശ് ടീം ഇപ്പൊ കളിക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പോഴത്തെ ഈ 2 സീരീസിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം അവര് ഒന്നുമില്ലെങ്കിൽ എതിർ ടീമിന് കുറച്ച് എന്താ പറയുന്ന പ്രഷർ കൊടുക്കുന്ന ഒരു രീതിയാണ്. ഇന്നത്തെ കളി കഷ്ടിച്ച് 200 റൺസ് വരെ എത്തി എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു കാര്യം കേട്ടോ. 58 റൺസിന്റെ തോൽവിയാണ് ഇന്ത്യ നേടിയത്. അതായത് ഒരു 2 സീരീസ് അടുപ്പിച്ച് 7 കളികൾ വൈറ്റ് വാഷ്. ഇന്ത്യ എന്ന് പറയുന്ന ടീമും ഇന്ത്യയിലെ പേരുകേട്ട താരങ്ങളും തോറ്റ് തുന്നം പാടി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇത് തന്നെ ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുന്നതിന്റെ കാരണം ഇതാണ്. ക്രിക്കറ്റ് ആരാധകർ ആയിട്ടുള്ള ഒരുപാട് മലയാളികളുണ്ട്. എല്ലാവർക്കും വിഷമമുള്ളൊരു കാര്യമാണ് നമ്മൾ തോറ്റു പോകുക എന്നുള്ളത്. ഇനിയൊരു കാര്യമുള്ളത്, മലയാളികളായിട്ടുള്ള കുറെ ഊളകളുണ്ട് സഞ്ജുവിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. സ്വന്തം നാട്ടിൽ നിന്ന് ഒരുത്തൻ കയറി വരുമ്പം അവനെ അത്യാവശ്യം സപ്പോർട്ട് ചെയ്യാനുള്ളതിന് വീഴുമ്പോൾ അവനെ തല ചവിട്ടിയിട്ട് മറ്റേ ഭരതനാട്യം കളിക്കുന്നതാണോ ഇവിടെ മലയാളി? ഇതാണോടാ മലയാളി? പറഞ്ഞിട്ട് നിന്നോടൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ എന്നോടല്ല ചോദിക്കുന്നത്, നിങ്ങൾ മലയാളികളോടാണ് ചോദിക്കുന്നത്. നാണം ഉണ്ടോ? അന്ന് ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരു താരത്തിനെ ഇതുപോലെ തന്നെ അഹങ്കാരിയാണ്, മറ്റേതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞ് കുറേ മലയാളികൾ കുറ്റം പറഞ്ഞ ഈ ശ്രീശാന്തിന്റെ തള്ളയ്ക്കും തന്തയ്ക്കും തന്നെ മറ്റു പ്ലേയേഴ്സ് വിളിക്കുമ്പം കേട്ട് നിൽക്കണോ? ഒരു മലയാളിയാ ചുമ്മാ നോക്കി നിന്നിട്ട് മറ്റേ ചിരിച്ചു കാണിക്കണോ? ചെവിക്കലടിച്ച് പൊളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ അവൻ ആ അഗ്രഷൻ കാണിച്ചുകൊണ്ടാണ്, ശ്രീശാന്ത് ആ അഗ്രഷൻ കാണിച്ചുകൊണ്ടാണ് ഇപ്പോഴും ശ്രീശാന്തിന്റെ പഴയ ബോളിംഗ് പെർഫോമൻസിന്റെ വീഡിയോസ് ഒക്കെ വരുമ്പോഴത്തേക്കും
നമുക്ക് കാണുമ്പോൾ പുളകം കൊള്ളുന്ന പേരുകേട്ട ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാരെ വിറപ്പിച്ചിട്ടുള്ള ബോളറാണ്. എന്നിട്ടും മലയാളി അവൻ അഹങ്കാരിയാണ്. ഇതാണ് മലയാളിയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ഒരുത്തം നന്നാകുന്ന കാണാൻ മേല. പിന്നെ ഫേസ്ബുക്കിൽ കുറെ അമ്മാവന്മാരിരിപ്പുണ്ട്. ഒരു 60 കഴിഞ്ഞ കുറെ അമ്മാവന്മാർ. 60 കഴിഞ്ഞുകൊണ്ട് നിങ്ങളെ കളിയാക്കുന്നതല്ല, നാളെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ, ഏതെങ്കിലും അല്ല, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ എനിക്കും പ്രായമാകും. നിങ്ങളുടെ പ്രായത്തെ അല്ല കളിയാക്കുന്നത്, നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ദൂഷിപ്പാണ്. അമ്മാവന്മാർ മാത്രമല്ല, കളി അറിയാൻ മേലാത്ത കുറെ മൊണ്ണകളും ഇരിപ്പുണ്ട്. ചുമ്മാ ഇരുന്ന് കളി കാണും. എന്തോ മലയാളി ചെറുക്കൻ ഒരുത്തൻ കയറിപ്പെട്ടിട്ടുണ്ട്, അവൻ എന്നാ കാണിക്കാൻ നോക്കട്ടെ. അയ്യോ, അവൻ ഔട്ടായി പോയി, അവനെ കൊണ്ട് കൊള്ളത്തില്ല. ചുമ്മാ നാണം കെട്ട ഇടപാട്. ഒരു മലയാളി ഒരുത്തൻ കയറിപ്പോകുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ വായു അടച്ച് മാറി മിണ്ടാതിരിക്കണം. ക്രിക്കറ്റ് കളി എന്നാന്ന് അറിയ പോലും ചെയ്യാത്ത കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല കുറെ. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ വീണ് പോയാലും എഴുന്നേറ്റ് വരിക എന്ന് പറയുന്നത്. ഈ കുറ്റം പറയുന്നവന്മാർ ഓർത്തോ, എന്നൊക്കെ വീണിട്ടുണ്ടോ അന്നൊക്കെ സഞ്ജു തിരിച്ചു വന്നിട്ടുണ്ട്. കുറെ അവഗണനകളും മാറ്റി നിർത്തപ്പെടലുകളും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ കിട്ടിയ അവസരമാണ്. അവൻ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. പ്രഷർ ഒരുപാടുണ്ട്. പ്രശ്നം എന്നാന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻ അല്ല, സൗത്ത് ഇന്ത്യൻ ആണ്. ഇനി കേരളത്തിൽ എടുത്ത് വെളിയിൽ കളയാൻ വേണ്ട. ഇനി കേരളത്തിൽ നിന്ന് ഒരു താരം കയറി വരണമെങ്കിൽ എത്ര നാൾ പിടിക്കും? ഇവിടെ ഇനി KCL കേരള ക്രിക്കറ്റ് ലീഗ് വരികയാണ്. കേരള ക്രിക്കറ്റ് ലീഗ് കളി കാണ്. കേരളത്തിലെ നല്ല പ്ലേയേഴ്സിനെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഒരു പ്ലെയറുടെ പേരെങ്കിലും പറയണം. ഈ കളവന്മാരിരുന്നേച്ച് കുറെ ഡയലോഗ് അടിക്കുന്നത്. എത്ര നല്ല പ്ലേയേഴ്സ് ഉണ്ടെന്നറിയാം. ഇവരൊക്കെ കയറി വരാൻ വേണ്ടിയിട്ട് ഇല്ലേ? ഒരാളെ കയറി വരുമ്പോഴത്തേക്ക് അവനെയൊക്കെ ഇട്ട് ചവിട്ടാൻ വേണ്ടിയിട്ട് കുറെ എണ്ണങ്ങൾ ഇറങ്ങിക്കോളും. ഇന്ത്യയുടെ കളിയുടെ ഇത് പറഞ്ഞു വന്നപ്പോൾ അവസാനത്തേക്ക് കുറച്ച് എരിച്ചങ്ങ് കയറിപ്പോയെന്നേ. അപ്പൊ എന്തായാലും സഞ്ജു സാംസണ് എത്ര കളികൾ കളിച്ചാലും സഞ്ജുവിന് ഞാൻ പൂർണ്ണ സപ്പോർട്ടാണ്. ഇന്ത്യൻ ടീമിന്റെ ഇപ്പോഴത്തെ ഒരു കളി നിലവാരം വളരെ വളരെ മോശം. സഞ്ജുവിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇന്ത്യൻ ടീമിന്റെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് റിയാക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ബാക്കിയൊക്കെ അവിടെ മുകളിലിരിക്കുന്ന ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് തീരുമാനിക്കണം ഇന്ത്യൻ ടീം നന്നായിട്ട് പോകണമെന്ന്. അവിടെ കളി ജയിക്കാതെ മാത്രമല്ല, BCCI കുറച്ച് ബിസിനസ്, അവർക്കിതൊരു ബിസിനസ്സും കൂടെയാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് കളി കാണുക എന്നുള്ളതാണ്, അവരെ സംബന്ധിച്ച് ബിസിനസ്സാണ്. എന്തായാലും സഞ്ജു സാംസൺ ഇനിയും വരുന്ന കളികളിൽ ഇപ്പം ഉടനെ ഇല്ല, ടീമിൽ ഇപ്പം ഇല്ല. ഇനിയിപ്പം സിംബാബ്വെ പര്യടനത്തില്ല, ഏഷ്യൻ ഗെയിംസിനുള്ള അതിനില്ല എന്നാണ് പറയപ്പെടുന്നത്. തിരിച്ചു വരും, നന്നായിട്ട് കളിക്കും. അപ്പൊ കുറ്റം പറഞ്ഞവന്മാര് കുറച്ച് നല്ല വാക്കുകൾ പറ. മലയാളിയുടെ കുറച്ചെങ്കിലും നല്ല ഗുണം കാണിക്കണം. അതേ പറയാനുള്ളൂ. ബൈ.